ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ LDC എക്സാമിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നിലവിൽ ജസ്റ്റ് എല്ലാ ജില്ലകളിലും എത്ര പേര് LDC എക്സാമിന് അപ്ലൈ ചെയ്തു അതേപോലെ കഴിഞ്ഞ LDC എക്സാമിന് എത്ര പേര് അപ്ലൈ ചെയ്തു എന്നൊരു ചെറിയൊരു താരതമ്യം. ഓക്കെ, ഇതുകൊണ്ട് ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കൻറ്റിൻ്റെ നിലകൾ നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് പഠിക്കണം, എത്ര ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് സിമ്പിളായിട്ടൊക്കെ പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആപ്ലിക്കൻ്റ് എണ്ണം നോക്കുക, കഴിഞ്ഞ തവണത്തേക്ക് നോക്കുക. നമ്മുടെ ജില്ലയിൽ ആപ്ലിക്കൻ്റ് കൂടുതലാണ്, നമ്മൾ പഠിക്കുന്ന റേറ്റ് എന്തായിരിക്കണം അതേപോലെ എന്ത് ചെയ്യണം, ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാധാരണ ജില്ലകളിലെ ഒരു 500 ലെവലിൽ 500, 1000 ആ ലെവലിൽ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്പോയിൻമെൻറ്റുകളൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പം തിരുവനന്തപുരം, മലപ്പുറം കൂടുതലുണ്ട്, അവിടെ ആപ്ലിക്കൻറ്റും എന്ത് ചെയ്യും കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ പഠനം നമ്മുടെ മുമ്പിൽ ഇത്ര ആളുകളുണ്ട് അവരിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ 500-ൽ താഴേക്ക് അല്ലെങ്കിൽ ഈ 300-ൽ താഴേക്ക് എത്തണം എന്ന ആ ചിന്തയോടുകൂടി എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലേൻ്റെ നോക്കാം. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരുവനന്തപുരം ജില്ലേൻ്റെ എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 1,98,186 പേര് അപ്ലൈ ചെയ്തായിരുന്നു. ഈ തവണ ഇവിടെ എത്രയേ ഉള്ളൂ, ഒരു 10,000-ൻ്റെ കുറവ് 1,74,344. എന്നാലും തിരുവനന്തപുരം 1,74,000 ഇപ്പോഴത്തെ എന്ത് ചെയ്യുന്നത് നിലവിലെ ആപ്ലിക്കൻ്റ് എന്ന് പറയുക. കൊല്ലം ജില്ലയാണെങ്കിലോ, കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയും 1,00,000 കടന്നിട്ടുണ്ട്. 1,07,141 ആപ്ലിക്കൻ്റ്. കഴിഞ്ഞ തവണ അത് 34,000 ആയിരുന്നു, കുറവുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു കുറവ് നമ്മളെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് ഇപ്പോൾ ഒരു കമ്പാരിസൺ പറഞ്ഞെന്നുള്ളൂ, കുറവാണ് ഈ തവണ. ഓക്കെ, അടുത്ത് നോക്കി പത്തനംതിട്ട ജില്ലയിൽ 49,526 ഈ വർഷത്തെ ആപ്ലിക്കൻ്റ് എന്ന് പറയുക. കഴിഞ്ഞ വർഷം അത് 83,000 ആയിരുന്നു. നേർപകുതിയായിട്ട് എന്ത് ചെയ്തു, ഏകദേശം നേർപകുതിയോളമായിട്ട് എന്ത് ചെയ്തു, അത് കുറഞ്ഞിട്ടുണ്ട് 83 എന്നുള്ളത് 49 ഓക്കെ, ആലപ്പുഴ 84,514 ഈ തവണത്തെ ആപ്ലിക്കൻ്റ്. കഴിഞ്ഞ വർഷം അത് 1,00,000-ന് മേലെ ആയിരുന്നു, 1,01,114 അടുത്ത് നോക്കിയാൽ കോട്ടയം ജില്ലയിലെ ഈ വർഷത്തെ ആപ്ലിക്കൻ്റ് ആണെന്ന് പറഞ്ഞാൽ എത്രയാണ്, 60,593 കഴിഞ്ഞ വർഷം 1-ൻ്റെ മേലെ ആയിരുന്നു, 1,18 ആയിരുന്നു ഈ വർഷം ഇടുക്കി ജില്ലയിലെ 45,106. കഴിഞ്ഞ വർഷം 63,590. കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ LDC എക്സാമിൻ്റെ പറഞ്ഞ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം ചിലപ്പോൾ മാറി പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എറണാകുളം ജില്ല എത്രയാണ്, 1,12,857 പേരാണ് ഈ വർഷത്തെ ആപ്ലിക്കൻ്റ് എന്ന് പറയുക. അതേപോലെ തൃശ്ശൂർ ജില്ല എത്രയാണ്, 98,510 ഈ വർഷത്തെ ആപ്ലിക്കൻ്റ്, ഈ LDC എക്സാമിൻ്റെ ആപ്ലിക്കൻ്റ് എന്ന് പറയുക. പാലക്കാട് 1,12 1,12,457 പേരുണ്ട്. കഴിഞ്ഞ LDC എക്സാം എത്ര ഉണ്ടായിരുന്നു, 1,51,610 അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10,000-40,000-ൻ്റെ കുറവുണ്ട്. മലപ്പുറം ജില്ലയിലും കുറവുണ്ട്, പക്ഷേ 1,41,559 കഴിഞ്ഞ വർഷത്ത് 1,66 കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ LDC എക്സാമിന്. ഓക്കെ, ഈ വർഷത്ത് നോക്കി കോഴിക്കോട് ജില്ലയിലെ ആപ്ലിക്കൻ്റ് എണ്ണം എന്ന് പറയുന്നത് 1,32,066 കഴിഞ്ഞ LDC എക്സാമിൻ്റെത് 1,62,629 ആയിരുന്നു. ഓക്കെ, വയനാട് ജില്ലയിൽ 40,267 കഴിഞ്ഞ തവണ 51,475 ആപ്ലിക്കൻ്റ് എവിടെ ഉണ്ടായിരുന്നു, വയനാട് ജില്ലയിലുണ്ടായിരുന്നു. അടുത്തത് കണ്ണൂർ ജില്ല 88,382 ആപ്ലിക്കൻ്റ് കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നു. ഈ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ LDC എക്സാമിന് 1,27,209 ആളുകൾ അപ്ലൈ ചെയ്തിരുന്നു. ഈ വർഷം ഈ തവണ LDC എക്സാമിന് 88,382 അവിടുത്തെ ആപ്ലിക്കൻ്റ് എന്ന് പറയാം. കാസർഗോഡ് ആണെങ്കിൽ 48,114 ഇത്തവണത്തെ ആപ്ലിക്കൻ്റ് എന്ന് പറയുക. കഴിഞ്ഞ LDC എക്സാമിൻ്റെ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത് 63,490. അപ്പോൾ നമ്മളൊരു മൊത്തത്തിൽ കണക്ക് നോക്കുകയാണെങ്കിൽ LDC എക്സാമിന് ഇത്തവണ എല്ലാ ജില്ലകളിൽ നിന്നും അയച്ച എത്രയാണ്, 12,95,446 പേരാണ് മൊത്തം നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കൂടിയിട്ട് എന്ത് ചെയ്തത്. കഴിഞ്ഞ LDC എക്സാമിന് എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് 17,58,338 പേര് എന്ത് ചെയ്തു,
അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ LDC അപേക്ഷകരുടെ എണ്ണം അല്ലേ കഴിഞ്ഞ തവണത്തേക്കാളും കഴിഞ്ഞ LDC എക്സാമിനേക്കാളും 4,62,000 ആളുകൾ കുറഞ്ഞു, അപേക്ഷകർ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് രണ്ട് ഉദ്ദേശമുള്ളൂ. ഒന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു എക്സാം അല്ലേ, ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന ഒരു എക്സാമാണ് LDC എക്സാം എന്ന് പറയുക. അപ്പോൾ അതിൽ ആപ്ലിക്കൻ്റ് നില ജസ്റ്റ് നമുക്ക് ആപ്ലിക്കൻറ്റിൻ്റെ ആ അപേക്ഷാ ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു അപേക്ഷാ നില മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ എത്ര എഫോർട്ട് എടുത്തിട്ട് പഠിക്കണം അല്ലേ, എത്ര എഫോർട്ട് എടുത്ത് പഠിച്ചാൽ മാത്രമേ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ഒരുപാട് പുറകെ പോയിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഒരു 500 താഴെ അല്ലേ, അത്യാവശ്യം ഒഴിവുള്ള തിരുവനന്തപുരം, മലപ്പുറം ഒക്കെ ഒരു 800, 1000 ആ റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എങ്കിലും എത്തണം, എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ബാക്കി ജില്ലകളിൽ നമ്മൾ ഒരു 500 താഴെ എത്താൻ മാക്സിമം എഫേർട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ എഫേർട്ടിൻ്റെ അളവ് എത്രയായിരിക്കണം എന്ന് ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു ചെറിയൊരു കൺക്ലൂഷൻ കൂടി പറഞ്ഞാൽ എങ്ങനെ പറയാം, അതായത് ഒരു 50,000 താഴെയുള്ള 2-3 ജില്ലകളേ ഉള്ളൂ. ഒന്ന് പത്തനംതിട്ടയാണ്, 49,526. രണ്ടാമത്തെ ജില്ല ഇടുക്കിയാണ്, 45,106. മൂന്നാമത്തെ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്, 40,267. ഈ 3 ഒന്നുകൂടി ഉണ്ട്, കാസർഗോഡുണ്ട്, 48,114. ഈ 4 ജില്ലകളിലാണ് 50,000 താഴെ ആപ്ലിക്കൻ്റ് ഉള്ളത്. പിന്നെ ആപ്ലിക്കൻ്റ് കുറവ് എന്ന് പറഞ്ഞാലും വേറെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എവിടെയും ഓഫീസുകളുടെയൊക്കെ എണ്ണം കുറച്ച് കുറവായതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ലെവലും കുറച്ച് കുറവായിരിക്കും. പക്ഷേ നന്നായിട്ട് പഠിച്ചാൽ, സുഖമായിട്ട് പഠിച്ചാൽ ഒരു 400, 300 അല്ലേ 500 ആ ലെവലിൽ എന്തായാലും ഒഴിവ് വരും. അപ്പോൾ നമുക്ക് നന്നായി പഠിച്ചാൽ ഈ ജില്ലകളിലൊക്കെ കയറാൻ സുഖമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം നല്ലോണം ഉയർത്തുക. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി വന്നാൽ ഒരു 5 മാസം എക്സാമിന് കിട്ടുമായിരിക്കും. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സിലബസ് മാക്സിമം കവർ ചെയ്യുക. കറണ്ട് അഫയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, കറണ്ട് അഫയേഴ്സ് നോക്കുക. അപ്പം ഈ രീതിയിൽ ചിട്ടയായിട്ട് പഠിച്ച് എല്ലാവർക്കും കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.